ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിപ്പൂരി ഉണ്ടാക്കലാണ്. ഞങ്ങൾ പിള്ളേരുടെ തമ്മിൽ മാത്രമാണ് നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. തുടങ്ങാല്ലേ? ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അമ്മ ഇങ്ങനെ ഇടയിൽ വന്നിട്ടാണെങ്കിൽ ഓരോന്ന് കരിഞ്ഞ് തരാനൊക്കെ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തീരില്ല. ഞാൻ പിന്നെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കി. ബാക്കിൽ പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം അവന്മാരെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇത് തന്നെ വന്ന് ഉപ്പൊക്കെ എടുത്ത് വന്ന് അതിലിട്ട് തന്ന് ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ സബോളയും പച്ചമുളകും മല്ലിയിലും കൂടി അരിയലൊക്കെ കഴിഞ്ഞ് എൻ്റെ അനിയത്തിയാണെങ്കിൽ പാനിപ്പൂരി ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട്. അതെന്ത് കാട്ടിയാവോ. പിന്നെ ഞാനൊരു 8 ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മറ്റേ പാനിപ്പൂരിയിലത്തെ ആ ഒരു പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുത്തനാണെങ്കിൽ 1 സ്പൂൺ ഉപ്പ് വെച്ചെങ്കിൽ എന്ത് സംഭവിക്കും നോക്കണ്ടായി തിന്നിട്ടൊക്കെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ആദ്യത്തെ പാനി ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 8 ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പുളി കഴുകിണ്ടായി ആ വെള്ളവും പുളിയും കൂടിയും കുറച്ചിട്ട് അതിനെ ഇങ്ങനെ തിളപ്പിച്ചെടുത്ത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നുറുക്കിയിട്ടൊക്കെ എടുത്ത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നമ്മുടെ പരിപാടി വീതിയിലടിക്കുമ്പോ പുഞ്ചേറ്റി ഞെട്ടലാണ്. രണ്ടാമത് നടക്കേ ഇവിടെ സൈഡിലൊക്കെ തമ്മില ചൂട് ഉണ്ടാവില്ല. പുളിനെ
പുളി ശർക്കര മിക്സാ അടുത്തില്ല. അങ്ങനെ രണ്ടാമത്തെ പാനി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് മുളകും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെന്താ കുറച്ച് പിന്നെ ഒരു ഫുള്ളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ മുറി. പക്ഷെ നാരങ്ങ മുറിയല്ല, ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ഉണക്ക് പോലെ ഉണ്ടായിരുന്നു കാരണം അതിനെ പിഴിഞ്ഞിട്ട് മരിക്കൊന്നും കിട്ടുന്നുണ്ടായില്ല. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്ത്. പിന്നെ ക്യാമറമാന്റെ പരിപാടികളാണ് കഴിച്ചത്. ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള ക്യാമറമാൻ. ഉരുളങ്ങ ഒന്നായിട്ട് പുഴിഞ്ഞാ പോരെ? പുഴിഞ്ഞിട്ടുണ്ട്. ആ ചിരി ചേച്ചി കുറച്ചാണ്. എരിവുള്ള സാധനം കൊടുക്കാൻ. എരിവുള്ള സാധനം എരിവുള്ള സാധനം അല്ല അത് സെപ്പറേറ്റ് ഇടാൻ വേണ്ടേ? അങ്ങനെ പാനിപ്പൂരി റെഡി ആയി കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോവാണ് വീടിൻ്റെ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നാണ് കഴിക്കാൻ പോണേ.
അങ്ങനെ അങ്ങനെ ഓരോ ട്രിപ്പ് കഴിക്കലും കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായില്ല വെള്ളം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാവുന്നു. പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു സാധനം കഴിക്കാൻ. ചോരും അടിയുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് കൊണ്ടു കൊടുക്കാനൊക്കെ പോയിരുന്നു. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.